ചാടിത്തുള്ളി സന്തോഷമായിട്ടൊക്കെ വരുന്നില്ല, എന്ത് പറ്റി? ഞാൻ ബസ്സിൽ സൗജന്യ യാത്ര ചെയ്തിട്ട് വരിക. നമ്മുടെ ജംഗ്ഷനിൽ സൗജന്യ യാത്രയ്ക്കുള്ള ബസ് ഇല്ലല്ലോ. ബസ്സില്ല. ഞാൻ 100 രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് ജംഗ്ഷനിൽ പോയി. എന്നിട്ട് അവിടുന്ന് സൗജന്യ യാത്രക്കുള്ള ബസ്സിൽ കയറി. എന്നിട്ട് ഈ നാട് മുഴുവൻ ചുറ്റി കറങ്ങി അവിടുന്ന് 100 രൂപയ്ക്ക് ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ വന്നിറങ്ങി. സൗജന്യ യാത്ര 200 രൂപയ്ക്ക് സൗജന്യ യാത്ര. നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്ക് നഷ്ടത്തിലോടുന്ന KSRTC ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുമ്പോഴേ വൻ ലാഭത്തിലോടുന്ന വിവറേജ് നമുക്കൊരു ചെറിയ ഫുള്ളെങ്കിലും തരണ്ടേ? അത് ശരിയാ, നമുക്ക് ചോദിച്ചിട്ട് വരാം. ഭദ്രൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കാണ്ടല്ലോ. അവന് വേറെ ജോലിയൊന്നുമില്ല, കള്ളും കുടിച്ചിട്ട് ആ പെണ്ണുമ്പോൾ എടുത്തിട്ട് അടിക്കുകയാണ്. ഒരു ബോധവും പൊക്കണമല്ലോന്ന്. ഇതൊരു ദേഷ്യമാണ്. ഞാൻ സത്യം പറയാം, ഇന്നലെ കൂടി ഒന്ന് ഞാനൊന്നും പറയുന്നില്ല. പറയാൻ നിക്കണ്ടോ നമ്മളെ. അയ്യോ മഞ്ചീരം ചിഞ്ചിതം ചേട്ടാ, എന്തൊരു വിളിയാടി. എന്റെ ചേട്ടന്റെ പേര് പിന്നെ മഞ്ചീര ചിഞ്ചിതം തന്നെയല്ലേ? പുറത്തേക്കുന്നത് കേൾക്കുമ്പോ ഞാൻ ഇഞ്ചിയും ചീരയും മിക്കുന്ന ആളാണ്. അതല്ലെന്ന്, ഞാൻ ഇവിടുന്ന് പോയില്ലേ, അപ്പൊ ചേട്ടൻ എന്തോ ചെയ്യായിരുന്നു? ഞാനും ഒന്നും ചെയ്തില്ല. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതാ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അടുക്കളയിൽ പോയി വല്ലതും ചെയ്തൂടെ? ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. പുറത്തോട്ടൊക്കെ എന്തിനാ ഇറങ്ങുന്നത്? ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു വന്നാലോ? ആരന്വേഷിച്ചു വരാനാടി? വല്ല ബലിക്കാക്കിയെങ്കിലും. അയ്യോ, ഇതെന്തായി ഫുഡ് എടുത്ത് കഴിക്കാത്തെ? ഞാനേ ഇവിടെ ഇരുന്ന് കണ്ണ് ജിമ്മിപ്പോയി. ദൈവമേ, കാലം പോയി ഒരു പോക്കേ. കണ്ണ് വരെ ജിമ്മി പോവാൻ തുടങ്ങി. കണ്ണ് ജിമ്മിപ്പോയി? കണ്ണ് ജിമ്മി പോയി. ഞാൻ കണ്ണ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. അപ്പൊ ഒരു സ്വപ്നം കണ്ടു, അങ്ങനെ പറ്റി പോയതാ. അതാ സ്വപ്നം ഇവിടെ നിക്കട്ടെ, എന്തോ കണ്ടോണ്ടിരുന്ന ഇത്ര നേരം. ഞാനൊരു പാവം പിടിച്ച ചെറുക്കനെ അവന്റെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പറ്റിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. വീട്ടുകാർ പറ്റിച്ചോ? വീഡിയോ ഉണ്ടോ? നോക്കട്ടെ. ഇത് നമ്മുടെ കല്യാണ വീഡിയോ അല്ലേ? തമാശ കൂടുന്നുണ്ടേ. കഴിക്കാം. ഇതെന്തൊന്നും കഴിക്കാത്തെ? നീ വരട്ടെന്ന് കരുതി. മീൻ വരട്ടേന്നോ? അതിന് ചേട്ടൻ മീൻ കഴിക്കില്ലല്ലോ. എടി, മീൻ വരട്ടേന്നല്ല, നീ വരട്ടെ എന്ന് കരുതി. ഞാൻ കഴിച്ചിട്ടല്ലേ പോയേ? നീ കഴിച്ചിട്ടാണോ പോയെ? അപ്പൊ ഞാനാണ് ഊണ് കഴിക്കാഞ്ഞത്. അതെ. ഇനിയിപ്പൊ അതിന്റെ ഒരു പരാതി വേണ്ട, ഞാൻ എടുത്തു തരാം. അയ്യോ എടി, എന്തോ നടിയത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, കറി എടുക്കുമ്പോഴെല്ലാം കളയാണ്. സോറി ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? പോട്ടെ, കറി പോട്ടെ. അതല്ലെന്ന്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇച്ചിരി കറിയല്ലേ പോയത്, പോട്ടെ. അത് ഞാൻ കേട്ടല്ലോ. ഇത് പറ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാൻ അങ്ങ് തുടച്ച് കളഞ്ഞാ പോരെ. ഇത് പറ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇത്രയും നാളായില്ലേ? എത്ര അതാണ്. അല്ല എത്ര നാളായി? എത്ര നാളായി? ശരി, വേണ്ട, നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്റെ ചേച്ചിയുടെ മോനാണല്ലോ. അവൻ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് നിനക്ക് ഓർമ്മയുണ്ട്? അതെനിക്കറിയാം. എന്നാ? 2020 ഒക്ടോബർ 24. അത് നിനക്ക് ഓർമ്മയുണ്ട്? അതെനിക്ക് ഓർമ്മയുണ്ട്. കല്യാണം കഴിച്ച ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലെന്നാണ്. 2024 ഒക്ടോബർ 23. ദൈവമേ, അത് തന്നെ. ഇതെങ്ങനെയാ ഇതൊക്കെ മനസ്സിലാവുന്നത്? കറിയൊന്നും അങ്ങനെ പറയരുത്. എന്റെ അങ്ങനെ പറയാം. കറി വേണ്ട. അങ്ങനെ. അയ്യോ, വെള്ളം എന്തേ? ഒരു മിനിറ്റ്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. 2023 ആ കൊച്ചു ജനിച്ചത് കല്യാണത്തിന് തൊട്ട് പിറ്റേന്നാ. ആ ഡേറ്റ് എവിടെ പറഞ്ഞപ്പം തൊട്ട് നല്ലതില്ല, എനിക്ക് ഓർമ്മ വന്ന്. ഇതിപ്പോ ഒരു ജനനം നടന്നുകൊണ്ട് ഒരു മരണം ഒഴിവായി. എന്താ മരണത്തിന്റെ കാര്യം പറയണേ? വെള്ളം കുടിച്ചില്ലേ തൊണ്ടേ കുടുങ്ങി മരിച്ചാ. ഓ, അത് ശരിയാ. അങ്ങനെ എന്റെ ചേട്ടൻ പെട്ടെന്നൊന്നും മരിച്ചു പോവല്ലേ. എനിക്ക് വെള്ളസാരിക്കാണെങ്കിൽ മാച്ചിന് ഒരു ബ്ലൗസും ഇല്ല. രാവിലെ ബലിക്കാക്ക, ഇപ്പൊ വെള്ളസാരി എന്തോന്നത്? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ കുട്ട. കാര്യം ചോദിക്കണമെന്ന് വെച്ച് കുറച്ചു ദിവസമായി. എന്തുവാ? ഞാൻ 2 ദിവസം ഒന്ന് വീട്ടിൽ പോയി നിന്നോട്ടെ. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇത് പാട്ടി പറഞ്ഞു വിടുന്ന പോലെ. അപ്പം 2 ദിവസമല്ലേ മോള് ചോദിച്ചേ? 2 മാസം നീ വീട്ടിലോട്ട് പോയിക്കോ. ആ ഒരു 2 മാസം? ദൈവമേ, എല്ലാ ഭർത്താക്കന്മാരും ഉണ്ടല്ലോ ഭാര്യമാരെ അങ്ങനെ വിടത്തില്ല. ചേട്ടൻ എന്താ 2 മാസം അങ്ങനെ വിടുന്നേ? മനസമാധാനം. എന്താ മനസമാധാനത്തിന്റെ കാര്യം പറഞ്ഞു? മോള് വീട്ടിൽ ചെല്ലുന്നു, അച്ഛനമ്മയും കാണുന്നു, ഒരു മനസമാധാനം നിനക്കില്ലേ? ആ മനസമാധാനം കിട്ടട്ടെ. ആ മനസമാധാനം അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ചേട്ടന്റെ മുഖത്തൊരു വിഷമം ഉണ്ട്. എന്താ നടി? മര്യാദക്കാണെങ്കിൽ ജീവിക്കാം. അല്ലെങ്കിൽ ഇറങ്ങി പൊക്കണം. അടിച്ച് ചെല്ലാൻ പൊട്ടിക്കും.
ഭദ്രൻ ആ കൊച്ചിനോട് ഞാൻ ചെന്ന് നോക്കിയിരിക്കുക അങ്ങനെ ആ കൊച്ചു ഈയല് പോലെ വിറയ്ക്കുന്നു. കണ്ണ് പുറത്തേക്ക് അങ്ങ് തള്ളി. അവന്റെ ഭാര്യയാണ് മോളെ. നമ്മളൊരു സ്ത്രീയോട് അങ്ങനെ പറയാവോ? എനിക്ക് സത്യം പറയാം, ഞാൻ പെതുക്കിഞ്ഞു പോരും. ചേട്ടൻ കഴിക്കി കഴിക്കി ഓ, എഴുന്നേക്കടാ. 24 മണിക്കൂർ ഞാൻ ഇങ്ങനെ വെച്ച് വേണ്ട ഇവിടെ നിൽക്കണോടാ. എനിക്ക് ഈ ലോകമൊന്നും കാണണ്ടേ? നിന്റെ കയ്യിൽ ഇങ്ങനെ കിടന്നാൽ മതി എപ്പോഴും. എന്നെങ്ങാനും ഭാര്യ അയാളോട് തിരിച്ചു ചോദിച്ചെങ്കിൽ അത്രയും പെട്ട്